ആദ്യം ഷോക്കേറ്റത് അനന്തുവിനെന്ന് അപകട സമയത്ത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് മനീഷ്. സ്ഥിരമായും രാത്രി സമയങ്ങളിൽ മീൻ പിടിക്കാൻ പോകാറുണ്ടെന്നും ഇത്തരമൊരു പന്നിക്കെണി കാണുന്നത് ആദ്യമെന്നും മനീഷ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇന്നലെ അപകടം നടക്കുമ്പോൾ അനന്തുവിനോടൊപ്പം ഉണ്ടായിരുന്ന അനന്തുവിന്റെ ബന്ധു മനീഷാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നത്. മനീഷ്, ഇന്നലെ എന്തായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ഞങ്ങൾ സാധാ മീൻ പിടിച്ച് പോകുന്ന പോലെ തന്നെ ഒരു 7-8 മണി ആയിട്ടുള്ളൂ. അങ്ങനെ മീൻ പിടിച്ച് വരുമ്പോഴാണ് ഈ പന്നിക്ക് കെണിച്ചാൽ ഈ ജിത്തു വന്ന് ഫസ്റ്റ് വീഴുന്നത്. അവനക്ക് ഫസ്റ്റ് ഈ സാധാരണ ഇങ്ങനെ മീൻ പിടിക്കാൻ പോകാറുള്ളതാണ് ഇവിടെ. അതെ, എല്ലാവരും പോകണം അങ്ങനെ. അപ്പോൾ അങ്ങനെ പോകുന്നപ്പോഴാണ് ആ കമ്പിമേ തട്ടി ഫസ്റ്റ് ജിത്തു വീണത്. അവിടെ ഇങ്ങനെ ഈ പന്നിക്കുള്ള കെണി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയുമായിരുന്നു? ഇല്ലേ, നമ്മള് ഇത്രയും കാലം അതങ്ങനെ ഒട്ടും കണ്ടിട്ടില്ല. ഇല്ല, ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് പോണതല്ലേ, ബന്ധുക്കളൊക്കെ വരുമ്പോൾ എല്ലാവരും പോണതാണ്. ഫസ്റ്റ് ജിത്തുവിന് ഷോക്ക് അടിച്ചിട്ട് പോകാൻ അവിടെ തന്നെ വീണു. നമ്മൾ ആരൊക്കെ ഉണ്ടായിരുന്നത്? ഞാന്, ജിത്തു, യദു, ഷാനു, പിന്നെ ഇവന് കുടുംബക്കാരുണ്ടായിരുന്നു കിട്ടു. അപ്പൊ നമ്മള് ഷോക്ക് ഏറ്റപ്പോ ആദ്യം അനന്തുവിനാണോ? അനന്തുവിനെ ഫസ്റ്റ് ഷോക്ക് അടിച്ചു. ജിത്തുവിന് അവൻ്റെ ഒപ്പം തന്നെ യദുവിനും ഷോക്ക് അടിച്ചു. ഒരു രണ്ടാൾക്കാരാണ് വീണ് നടന്നത്. അതിൽ യദുവിനെ ഫസ്റ്റ് ഞങ്ങൾ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. പിന്നെ ഓനെ രക്ഷപ്പെടുത്താൻ പോകുമ്പോഴാണ് ഷാനുവിന് ഷോക്ക് അടിക്കുന്നത്. പിന്നെ ഒരു രണ്ടാൾക്കാരും ലാസ്റ്റ് അവിടെ കിടന്ന്. പിന്നെ തുണക്കാരൻ്റെ അടുത്ത് വീട്ടിൽ പോയി വിളിച്ചോണ്ടെന്ന് ഫീസൊക്കെ ഊരാൻ പറഞ്ഞ് അങ്ങനെയാണ് ഷാനുവിനെ ലാസ്റ്റ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ജിത്തു എപ്പോഴും വെള്ളത്തിൽ തന്നെയാണ് ഓനെ രക്ഷപ്പെടുത്തുന്നത്. നേരെ വെള്ളത്തിലേക്കാണ് ഷോക്ക് അടിച്ചു വീണത്. വെള്ളത്തിന് ചാരിട്ട് തന്നെ കമ്പി കിടക്കണത്. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധപ്പെട്ടില്ല. ഇത്രയും നാളും അവിടെ അങ്ങനത്തെ ഒരു പന്നിക്കണി ഉണ്ടായിരുന്നില്ല. ഇല്ല, അപ്പോൾ ആ തോടിന്റെ സൈഡിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. മനീഷാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത്. അത് അനന്തുവിന്റെ ബന്ധു കൂടെയാണ്. ഇവർ സ്ഥിരമായി ഇത്തരത്തിൽ മീൻ പിടിക്കാനായി അവിടെ പോകാറുള്ളതാണ്. പക്ഷേ ഇത്രയും നാളും പോയിട്ടും ഇത്തരത്തിലൊരു പന്നിക്കണി അവിടെ ഉള്ളതായിട്ട്, അതായത് വൈദ്യുതി ഉപയോഗിച്ച് പന്നി പിടിക്കുന്ന ഒരു സംവിധാനം അവിടെ ഉള്ളതായിട്ട് അവർ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അത്തരത്തിലൊരു അപകടത്തിലേക്ക് ചെന്ന് പെട്ടിട്ടുള്ളത്. സ്ഥിരമായി മീൻ പിടിക്കാൻ പോകുന്നതാണ്. മനീഷാണിപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത്. എസ് രഞ്ജിത്തിനൊപ്പം ബെൻസൻ ബോമങ്ങാട്, ന്യൂസ് മലയാളം, നിലമ്പൂർ.